മീനച്ചൽ ഹോംസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ബിജു പാല മുത്തോലിക്ക് സമീപത്ത് ഏകദേശം ഒരു 2 വർഷത്തോളം പഴക്കമുള്ള ഒരു വീടാണ്. 3 ബെഡ്റൂമുള്ള വീട്, 7 സെന്റ് സ്ഥലം. അവിടെ നമ്മൾ കാണുന്നത് നല്ല വൃത്തിയായിട്ട് തന്നെ സൂക്ഷിച്ചിരിക്കുന്ന നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയില് നല്ല ഇതുവരെ പുതുമ ചോർന്ന് പോയിട്ടില്ല എന്ന് തന്നെ തോന്നും ഈ വീട് കണ്ടാൽ. അങ്ങനെ ഒരു വീടാണ് ഇപ്പോൾ കാണുന്നത്. ഒരാൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫാമിലി താമസിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ആ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീട് സ്ഥലവും കൂടി വിൽക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ചോദിക്കുന്ന വില 46 ലക്ഷം രൂപ, നെഗോഷ്യബിൾ. അപ്പോൾ നമുക്ക് നേരെ വീടിന്റെ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോകാം. ഏകദേശം ഒരു 5-6 വീടുകൾ ഒന്നിച്ചിരിക്കുന്ന ഒരു നല്ലൊരു ഏരിയ ആണ് ഈ വീട്. അപ്പോൾ നമുക്ക് നേരെ വീടിന്റെ അകത്തെയും പുറത്തെയുമായ ദൃശ്യങ്ങൾ കാണുന്നതിന് മുൻപ് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുവാനും ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാം. വീടിന്റെ അകത്തെയും പുറത്തെയും ദൃശ്യങ്ങൾ കാണാം. മീനച്ചൽ ഹോംസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇത് പാലാ മുത്തോലിക്ക് സമീപത്തായിട്ടൊരു 3 ബെഡ്റൂമുള്ളൊരു വീടിൻ്റെ മുൻപിലാണ് നമ്മൾ നിൽക്കുക. ഒരു 7 സെൻറ്റ് സ്ഥലമാണുള്ളത്. 7 സെൻറ്റ് സ്ഥലത്തിൽ 3 ബെഡ്റൂമായിട്ടുള്ള നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന നല്ലൊരു വീടുകളുടെ ഒരു നല്ലൊരു വീടുകളുടെ ഏരിയയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ടാർ റോഡിൽ നിന്നാണ് നമ്മൾ വീഡിയോ തുടങ്ങുന്നത്. ഈ വീടിന് 2 ഗേറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മൾക്ക് നേരിട്ട് വണ്ടി ഇങ്ങോട്ട് കാർ പോർച്ചിലേക്ക് കയറ്റിയിടാവുന്ന രീതിയിലും തൊട്ട് ഇപ്പുറത്ത് ഈ മതിലിനോട് ചേർന്ന് വേറൊരു ഗേറ്റ് കൂടി കൊടുത്തിട്ടുണ്ട്. നമുക്ക് അകത്തേക്ക് കയറുമ്പോൾ അതിൻ്റെ ദൃശ്യങ്ങൾ കാണാം. 2 സൈഡിൽ നിന്നും ഇതുണ്ട്. ഇവിടെ നിന്നാണ് ഗേറ്റ് പറഞ്ഞിരിക്കുന്നത്. 2 സൈഡിൽ നിന്നും വാഹനങ്ങൾ കയറാവുന്ന രീതിയിലാണ് ഈ ഗേറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ നമുക്ക് കൂടുതൽ വാഹനങ്ങളൊക്കെ വീട്ടിൽ വരേണ്ട സാഹചര്യങ്ങളുണ്ടായാൽ ഈ 2ാമത്തെ ഗേറ്റ് കൂടി തുറന്നിട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് തുറന്ന് കയറാൻ പറ്റുന്ന രീതിയിലാണ്. ഉദ്ദേശം ഒരു 1.5-2 വർഷത്തോളം പഴക്കമുള്ള ഒരു വീടാണ്. ഇവർ താമസിച്ചു കൊണ്ടിരിക്കുന്ന വീടാണ്. ഇപ്പോൾ തന്നെ താമസിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഈ വീട് ചോദിക്കുന്ന വില നമ്മൾ ആദ്യമേ പറഞ്ഞു, 47 ലക്ഷം രൂപ ചോദിക്കുക മാത്രം, നെഗോഷ്യബിൾ ആണ്. അപ്പോൾ 46, 47 എന്നുള്ള രീതിയിലാണ് ചോദിക്കുന്നത്, നെഗോഷ്യബിൾ ആണ്. ഇവിടെ നല്ല തേക്കിൻ തടി കൊണ്ടുള്ള ഫ്രണ്ട് ഡോറൊക്കെ നമുക്ക് കാണാം. നമ്മൾ നേരെ വീടിൻ്റെ അകത്തേക്ക് പോവുകയാണ്. അകത്തെ ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ നല്ല വിശാലമായൊരു സ്വീകരണ മുറി നമ്മൾക്കിവിടെ കാണാം. ഇവിടെ നല്ലൊരു സ്വീകരണ മുറി, ഇവിടെ നല്ല രൂപക്കോടൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഇൻറ്റീരിയറൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജിപ്സം വർക്കുകളൊക്കെ ഉണ്ട്. എല്ലാം നല്ല രീതിയിൽ നല്ല പോയിൻ്റോടുകൂടി നല്ല രീതിയിൽ വർക്ക് ചെയ്തിരിക്കുന്ന ഒരു വീട് തന്നെയാണ്. ഇവിടെ നിന്ന് നമുക്ക് നേരെ ഡൈനിങ് ഹാളിലേക്കാണ് കയറുന്നത്. കയറി കഴിയുമ്പോൾ തന്നെ നല്ല ഒരു ഐശ്വര്യമുള്ളൊരു വീട് എന്നാണ് തോന്നുന്നത്. കണ്ടാൽ തന്നെ ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ ഒരു ഐശ്വര്യമുള്ളൊരു വീട്. ഈ വീടും സ്ഥലവും ഇതാണ്. സ്വീകരണ മുറിയിൽ നമ്മൾ നേരെ ഡൈനിങ് ഹാളിലേക്ക് കയറി. ഡൈനിങ് ടേബിൾ ഇട്ടിട്ടുണ്ട്. ടേബിൾ ഇട്ടാലും നല്ല സ്പേഷ്യസ് ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാനൊക്കെ ഒരു ശല്യമില്ലാത്ത രീതിയിലുള്ള നല്ലൊരു ലൊക്കേഷനിലാണ്, നല്ല രീതിയിൽ പ്ലാനിലാണ് ഈ വീട് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഈ വീട് സ്ഥിതി ചെയ്യുന്ന ലൊക്കേഷൻ എന്ന് പറയുന്നത് പാലാ മുത്തോലിക്ക് സമീപത്താണ്. മുത്തോലി ബ്രില്യൻ്റുമായിട്ട് ഉദ്ദേശം 1 കിലോമീറ്റർ ദൂരമാണ് ഈ വീട് വരെയുള്ളത്. അപ്പോൾ ബ്രില്യൻ്റുമായിട്ടൊക്കെ ഏറ്റവും അടുത്ത് വരുന്ന രീതിയിൽ ഇത്രയും കുറഞ്ഞ ബഡ്ജറ്റിൽ ഒരു വീട് നിങ്ങൾക്കും സ്വന്തമാക്കാം എന്നുള്ളതാണ് ഈ ഒരു വീട് നിങ്ങളുടെ മുന്നിലേക്ക് എത്രയും വേഗം അവതരിപ്പിക്കുവാനായിട്ട് നമ്മളെ പ്രേരിപ്പിച്ച ഘടകം. നല്ല നീറ്റായിട്ട് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്ന വീട്. ഒരു പെയിൻറ്റ് പോലും പോയിട്ടില്ല എന്ന് തന്നെ പറയേണ്ടതായിട്ട് വരും. അത്രയും നല്ല നീറ്റായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന നല്ലൊരു വീടാണ് ഇത്. കോമൺ ടോയ്ലറ്റ്, വാഷ് ഏരിയ നമ്മൾ കണ്ടായിരുന്നു. വാഷ് ഏരിയയ്ക്ക് സമീപത്ത് കോമൺ ടോയ്ലറ്റാണിത്. അവിടെ നിന്ന് നമ്മൾ ആദ്യത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്കാണ് പോവുക. ബെഡ്റൂം ഈ കട്ടിലും മേശയും എല്ലാം ഉണ്ടെങ്കിലും ഏറ്റവും നല്ല സ്പേഷ്യസ് ആണ്, നല്ല വലിപ്പമുള്ളൊരു ബെഡ്റൂമുകളാണ് എന്നുള്ളതാണ്. ഇവിടെ AC ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട്.
ഈ ബെഡ്റൂം അറ്റാച്ച്ഡാണ്. ഒരു ബെഡ്റൂം അറ്റാച്ച്ഡും ഒരു കോമൺ ടോയ്ലറ്റുമാണ് ഈ വീടിന്. ടോയ്ലറ്റൊക്കെ ആണെങ്കിലും നല്ല വലിപ്പമുള്ള ടോയ്ലറ്റുകളാണ്. അതുപോലെ തന്നെ ഉപയോഗിച്ചിരിക്കുന്നതെല്ലാം നല്ല മെറ്റീരിയലാണ്. ഏകദേശം 2 വർഷത്തോളം പഴക്കമുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ 2 വർഷമായിട്ടും ഈ വീട് ഇത്രയും നല്ല നീറ്റായിട്ട് ഉപയോഗിച്ചിരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഈ വീടിന് ഒരു കുഴപ്പമില്ലാത്ത നല്ല അടിപൊളി വീടാണ് എന്നുള്ളത്. ഏതായാലും നമ്മൾ 2 ബെഡ്റൂം കണ്ടു. 3ാമത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ്. ലോൺ സൗകര്യങ്ങൾ വേണ്ടവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ്. സാലറി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കൊക്കെയാണ് ലോൺ കിട്ടുക. അല്ലെങ്കിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നവരായിരിക്കണം. ഇതിന് തൊട്ടടുത്തുള്ള വീടൊക്കെ മീനച്ചിൽ ഹോംസ് വഴി ഡീല് നടന്നിട്ടുള്ള വീടുകളാണ്. അപ്പോൾ അവരൊക്കെ പറയുകയായിരുന്നു നല്ല അയൽവാസികളാണ്, നല്ലൊരു അയൽവക്കമാണ്, നല്ലൊരു കൂട്ടായ്മയാണ് ഇവിടെ എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള രീതിയിലുള്ള നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിലിരിക്കുന്ന ഈ വീടിൻ്റെ കിച്ചൻ്റെ ദൃശ്യങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. നല്ല വലിപ്പമുള്ള കിച്ചൻ, ഒപ്പം വർക്ക് ഏരിയയും ഉണ്ട്. എല്ലാം നല്ല കബോർഡൊക്കെ ചെയ്താണ് ചെയ്തിരിക്കുന്നത്. ഇതാണ് വർക്ക് ഏരിയ. വർക്ക് ഏരിയയിൽ ഒരു നെറ്റൊക്കെ അടിച്ചാണ് കവർ ചെയ്തിരിക്കുന്നത്. കാരണം ഇവിടെ വാഷിംഗ് മെഷീനൊക്കെ ഇവിടെയാണ് വെച്ചിരിക്കുന്നത്. കാരണം നമുക്കൊരു എയർ സർക്കുലേഷനൊക്കെ നന്നായിട്ട് കിട്ടാവുന്ന രീതിയിൽ കിച്ചണിലൊക്കെ നിന്ന് വർക്ക് ചെയ്യുമ്പോൾ എയർ സർക്കുലേഷനൊക്കെ നന്നായിട്ട് കിട്ടാവുന്ന രീതിയിൽ ഇതുണ്ട്. ഇവിടെ ബാക്ക് സൈഡിലൊക്കെ നല്ല മുറ്റവും സൗകര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ നല്ലൊരു വീടിൻ്റെ നല്ലൊരു ദൃശ്യങ്ങളിലൂടെ കടന്നു പോകുന്നു. ഈ വീടിന് ചോദിക്കുന്ന വില 46 ലക്ഷം രൂപ മാത്രം. നെഗോഷ്യബിളാണ്. ലോൺ സൗകര്യങ്ങൾ വേണ്ടവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭിക്കും. ഈ വീട് സ്ഥലവും കാണണമെന്ന് സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് മീനച്ചിൽ ഹോംസിൻ്റെ ഫോൺ നമ്പറിലേക്ക് വിളിക്കൂ. അപ്പോൾ അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ പ്രോപ്പർട്ടി നേരിട്ട് കാണുവാനായിട്ടും സ്വന്തമാക്കുവാനായിട്ടും നിങ്ങളെ നേരിട്ട് കാണിക്കുവാനായിട്ട് പോകുന്നതാണ്. കണ്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ വില സംസാരിക്കാം. അപ്പോൾ ആ ഒരു രീതിയിലാണ് മീനച്ചിൽ ഹോംസിൻ്റെ ഡീലിംഗ് നടത്തുക. ഏതായാലും പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.